ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തുകൊണ്ടാണ് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിയർക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിലുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? വിയർപ്പ് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഹൈപ്പോതലാമസ് ശരീരത്തിൻ്റെ താപനില കൂടുന്നത് കണ്ടെത്തുമ്പോൾ വിയർപ്പ് ഗ്രന്ഥികളെ സജീവമാക്കുന്നു. ഇത് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് എരിവുള്ളവ, ഭക്ഷണം മൂലമുള്ള വിയർപ്പ് ഉണ്ടാക്കുന്നു. ഇത് ഒരു പ്രതിഫലനമാണ്. മുഖത്ത് അല്ലെങ്കിൽ നെറ്റി, മൂക്ക് അല്ലെങ്കിൽ ചുണ്ടുകൾ വിയർപ്പുണ്ടാകാൻ കാരണമാകുന്നു. എരിവുള്ള ഭക്ഷണവും വിയർപ്പും എന്നതിന് വിശദമായ ഒരു കാരണം നോക്കാം. എരിവുള്ള ഭക്ഷണത്തിൽ ക്യാപ്സൈസിൻ എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്നു. ഇത് മുളകിന് എരിവ് നൽകുന്നു. ഇത് ശരീരത്തിൻ്റെ താപനില കണ്ടെത്തുന്ന നാഡീകോശങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. ഇത് തലച്ചോറിന് ശരീരം ചൂടാകുന്നു എന്ന തെറ്റായ സന്ദേശം നൽകുന്നു. ഇതിൻ്റെ ഫലമായി ഹൈപ്പോതലാമസ് വിയർപ്പ് ഗ്രന്ഥികളെ സജീവമാക്കുന്നു. ശരീരം തണുപ്പിക്കാൻ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു, പ്രത്യേകിച്ച് മുഖത്തും തലയോട്ടിയിലും. ഹൈപ്പോതലാമസ് മുഖത്തിൻ്റെ സംവേദനങ്ങൾ നിയന്ത്രിക്കുന്ന നാഡി ഉത്തേജിപ്പിക്കുന്നു. ഇത് ഗസ്റ്റേറ്ററി സെറ്റിങ്ങിന് കാരണമാകുന്നു. ഇതിനാലാണ് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ മൂക്കൊലിപ്പും വിയർപ്പും ഒരുമിച്ച് ഉണ്ടാകാറുള്ളത്. ഇനി മറ്റ് ഭക്ഷണങ്ങളും വിയർപ്പും തമ്മിലുള്ള ബന്ധം നോക്കാലോ. ചൂടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും, അതായത് സൂപ്പ്, ചായ എന്നിവ ശരീരത്തിൻ്റെ താപനില താൽക്കാലികമായി ഉയർത്തുന്നു. ഇതും വിയർപ്പിന് കാരണമാകാറുണ്ട്. ഫ്രേസ് സിൻഡ്രം എന്ന അവസ്ഥയിൽ ചില ആളുകൾ ഭക്ഷണം, പ്രത്യേകിച്ച് എരിവുള്ളവ കഴിക്കുമ്പോൾ മുഖത്ത് വിയർപ്പ് അനുഭവിക്കുന്നു. ഇത് ഒരു നാഡീ സംബന്ധമായ തകരാറാണ്. നാഡീ സിഗ്നലുകളെ തെറ്റായി വിനിമയം ചെയ്യപ്പെടുന്നു. നിത്യജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വിയർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പാൽ കുടിക്കുന്നത് ക്യാപ്സൈസിൻ്റെ പ്രഭാവം കുറയ്ക്കാൻ സഹായിക്കും. കാരണം പാലിൽ കാസിൻ എന്ന പ്രോട്ടീൻ ക്യാപ്സൈസിനെ നിർവീര്യമാക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു ടിപ്പ്, വിയർപ്പ് കുറയ്ക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ എരിവിൻ്റെ അളവ് ക്രമേണ കുറയ്ക്കുക. അല്ലെങ്കിൽ തണുത്ത ഭക്ഷണങ്ങൾ, അതായത് തൈര് പോലുള്ളവ ഒപ്പം കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്